സാബുവേ, നീ എന്താ രാവിലെ ഇത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു? അല്ല, ഓട്ടയുടെ നിപ്പ് കണ്ടിട്ടേ ഈ നാടോടിയിൽ മോഹൻലാൽ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുമ്പോൾ അതുപോലെ ഒരു ഫീറില്ലേ? അതെ അതെ. പക്ഷെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ പോലെ. എടാ, നീ ഇവിടെ നിന്ന് ഫിഗർ മെമിക്രി നോക്കാതെ പോയിരുന്നു അവിടെ സ്പാണ്ടർ പിടിച്ച് പണിയാൻ നോക്കുമ്പോ പണിയാ പോയല്ലേ? അയ്യോ, വണ്ടി ശരിയാക്ക്. ഞാനല്ലേ സാബു. എടാ കരിവണ്ട്, വണ്ടി ശരിയാക്കുമ്പോഴേ മര്യാദക്കാരന്റെ ഹോൺ ശരിയാക്കണം, അല്ലെങ്കിൽ മനസ്സിലാടാ. നിന്നെ അടുത്തോളാം, നിന്നെ ഞാൻ അയ്യോ. അടി നിനക്കിട്ടല്ലേ കൊണ്ട് ഇവരെന്ത് പറ്റി? എടേ സാബുടേ, നിനക്കിട്ടല്ല അവൻ അടിച്ചിട്ട് പോയ, നീ എന്തിനാ കടം ചിരിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കണേ, ഒരു ഓണ് നന്നാക്കാത്തതിന്റെ അവസ്ഥ ഇതാണെങ്കിൽ രാവിലെ നന്നാക്കി പോയി SI സാറിന്റെ വണ്ടിയുടെ കാര്യം ആലോചിച്ച് ചിരിച്ചതാ. അതെന്താ എത്ര ചിരിക്കാൻ? അതിന്റെ ബ്രേക്ക് എന്റെ ഇരിക്കല്ലേ? സാബു, ഓരോ സാധനം കൊണ്ടൊക്കെ വെച്ചിട്ട് അയ്യോ ചൊറിഞ്ഞിട്ടും പാടില്ല. സാബുവേ, ഓ ആരാടാ ഈ ബോഡി സ്പ്രേ കൊണ്ട് ഇവിടെ വെച്ചേ? അത് സ്പ്രേ പെയിന്റ് അടിച്ച് തീർക്കല്ലേ? സ്പ്രേ പെയിന്റ് ആണ്. നമസ്കാരം. അയ്യോ, രഞ്ജിനി ഹസ്ബൻഡ് സന്തോഷ് ഭായി അല്ലേ? എന്താ ഇവിടെ എന്താ നിങ്ങള്? ഞങ്ങള് ഒന്ന് ഒരു ഷോന് പോവാണ്. സ്ഥലം തെറ്റി വന്നാണോ? അല്ലല്ല, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വണ്ടി റെഡിയാക്കി തരും. അരമണിക്കൂർ കൊണ്ട് അതിലൊക്കെ നിങ്ങൾ അവിടെ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാം. എനിക്ക് നിങ്ങളുടെ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടോണ്ടിരിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. ബോറടിപ്പിക്കാനാണ് പറഞ്ഞേക്കണം. ഞാൻ എന്തായാലും ഇവിടുന്ന് മാറി തരത്തില്ല. ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടേ പോകും. സാബുവേ, എടാ ഇവരുടെ വണ്ടിയുടെ കാര്യം എങ്ങനെയാടാ? ഒരു 10 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. 10 മിനിറ്റ് റെഡി ആവോ? ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് മതി. എല്ലാം നല്ല എക്സ്പേർട്ട് ടീമുകളാണ്. ഏതായാലും ഓണറോക്സ് കിടില് വരുന്നു കേട്ടോ. കണ്ടിട്ടും അത് എന്ത് പറയണമെന്ന് മതി വരുന്നില്ല. വയ്യാറാ സാബു? അതെ അതെ, നല്ല പണിയാറാ. പെട്ടെന്ന് ഗ്രാപ്സിംഗ് പവർ ഉള്ളതാണ്. പണ്ടൊരു മിമിക്രിക്കാരനായിട്ട് പോയതാ. ഞാൻ ഇവിടെ പിടിച്ചു നിർത്തി. ഇത് ഈ വണ്ടിക്കകത്ത് ഇടുന്നതാ. ഇത് വണ്ടിയുടെ ഏത് ഭാഗത്താ ഫിറ്റ് ഏതാടാ ഇത്? ഇതേ അവരുടെ ഇൻസ്ട്രുമെന്റാ, ഗിറ്റാറാ. നീ കൊണ്ടുപോകും. നിന്നെ കോമഡിയാ, ഫുൾ ടൈം കോമഡിയാ. ചെരുപ്പിന് കീഴിച്ചു പറഞ്ഞു പറ്റിപ്പിക്കണ്ടേ. സോറി. വണ്ടി അല്ല കുഴപ്പമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ഒരു പണിക്കാരനായിട്ട് പുതിയതായിട്ട് വന്നവർ അസിസ്റ്റന്റ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന. പിന്നെ ഏത് സമയം കോമഡി പറഞ്ഞു ഉണ്ടോ അകത്തുണ്ട്. അതൊക്കെ മെയിൻ പണിക്കാർ. അവരൊന്ന് രാജു, മറ്റേ നിൽക്കുന്ന ജോസ് കുട്ടിയാ പുറകെ നിൽക്കുന്നത്. എല്ലാം നല്ല എക്സ്പേർട്ട് ടീം. ഏതായാലും കൊള്ളാം കേട്ടോ. ജോണല്ല അതിനകത്തിരിപ്പുണ്ടോ? ജോണേ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയാൽ പിന്നെ രഞ്ജിനി, ഒന്നുകിൽ ഈ പാട്ട് പാടുന്നവരുടെ പാട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ഗംഭീരമായിരിക്കും, ഇവരെ കാണാൻ മോശമായിരിക്കും. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞാൽ കണ്ടാൽ നല്ല മിടുക്കലായിരിക്കും, പക്ഷേ അവരുടെ വായിന്ന് വരുന്ന ശ്രുതി മൊത്തം അപശ്രുതിയായിരിക്കും. ഇത് രണ്ടും കൂടി എങ്ങനെ ഒന്നിച്ച് വന്നു? അതെന്താ അങ്ങനെ വെച്ചേ? എന്താണ് രണ്ടും കൂടി എങ്ങനെ ഒന്നിച്ച് വന്നത്? രണ്ടും മോശമാണ്. അല്ല, രണ്ടും മോശമല്ല, അത് തെറ്റിദ്ധരിച്ചാണ്. അല്ല, കല്യാണം കഴിച്ചിട്ട് എത്ര ആളായെന്ന് പറഞ്ഞു? 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷമൊക്കെ ആയപ്പോഴേ അതൊക്കെ ഊതാൻ തുടങ്ങി. അല്ലല്ല, ഇത് കല്യാണത്തിന് ഒരു 5 വർഷം മുമ്പേ തുടങ്ങി പരിചയമുണ്ട്. അന്നേ തുടങ്ങിയതാണ്. ഈ ഓണറോക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു ഒന്ന് തുടക്കത്തിൽ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി. കാര്യം ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ആൾക്കാരൊക്കെ ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ ഈ പാട്ട് നമ്മൾ ഇട്ട് കൊടുക്കും, എല്ലാവരും ഭയങ്കര ഉഷാർ. പൊന്നിതൾ പട്ട് ഞൊറിഞ്ഞൊന്നൊടുത്ത് ഇന്നുഷസന്ധ്യ വന്നു, എഴുതിരിയിട്ട വിളക്ക് കൊളുത്തി വലിയൊരു പൂക്കളമെഴുതി, വിണ്ണിൽ പുലരി പൊന്നോണം, മണ്ണിൻ മനസ്സിലും മോണം, ഈറൻമുളം തണ്ടിലീണങ്ങൾ തീർക്കൂ നീ പൊന്നോണ പൂങ്കാ
പൂവിതൾ പട്ട് ഞൊറിഞ്ഞൊന്നൊടുത്ത് ഇന്നുഷ സന്ധ്യ വന്നു. എഴുതിരിയിട്ട വിളക്ക് കൊളുത്തി വലിയൊരു പൂക്കളമെഴുതി. പിന്നെ പിച്ച് എന്ന് പറയുന്നത് കറക്റ്റ് പിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും പിച്ചും പിയും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലല്ല, ആ പിച്ചല്ല, ആ പാട്ടിലും പ്രശ്നം വരും. ജീവിതത്തിൽ ഇതുപോലെയാണ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം പിച്ച് നോക്കിയൊക്കെയാണോ ഇടപെടാറുള്ളത്? അതോ പിച്ചും പിയൊക്കെ പറയാറുണ്ടോ? ഞാൻ നല്ല പിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അത് കൂടാതെ ഞങ്ങൾ നല്ല നല്ല ഹൈ പിച്ചിലാണ് ഒച്ച എടുക്കാറ്. പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് അപശ്രുതിയാണ്. ഈ രണ്ടുപേരും പ്രേമിച്ച് നടക്കുന്ന സമയത്തുള്ള പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? കല്യാണം കഴിഞ്ഞ ഒരു 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ദുഃഖഭാരം ചുമ. ഇത് ഭർത്താവിന്റെ പാട്ട്. പക്ഷേ രവീന്ദ്ര മാസ്റ്റർ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പാട്ട് കണ്ടു ഞാൻ മിഴികളിൽ എന്നുള്ള പാട്ട് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു ഞാൻ മിഴികളിൽ എനിക്കും വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ ഒരു 10-13 കൊല്ലമായി പാടുന്നു. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് പാടുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഓർമ്മ വരും. അന്നേരത്തെ ഭർത്താവല്ലായിരുന്നു, അന്നെ കാമുകനെ ഓർമ്മ വരും. രഞ്ജിനി ഒരുപാട് ഹിറ്റ് സിനിമകൾ, നല്ല ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ? അതൊരു വലിയ ഭാഗ്യമാണ് ഹിറ്റായ സിനിമയുടെ ഒരു ഭാഗമാകുക എന്നുള്ളത് അല്ലേ? ഈ 10-10ന്റെ പറഞ്ഞൊരു കാര്യമല്ല. 10-10 വണ്ടി പോയടാ. ഞാനല്ലേ നിങ്ങളുടെ വീണായിട്ട് വന്നത്. കണ്ണാടിയുടെ കാര്യം പറഞ്ഞത്. ഇത് അതൊന്നും അല്ല സംഭവം. നിങ്ങളെ കണ്ടപ്പോ പുള്ളിക്ക് അങ്ങ് ത്രില്ലടിച്ച് ഇടയ്ക്കിടയ്ക്ക് 10-10ന്റെ സ്പാനറൊക്കെ ഒന്ന് ചോദിക്കുന്നതാ. ആള് വലിയ ഒന്നിരണ്ട് സിനിമകളിലൊക്കെ തല കാണിച്ചിട്ടുണ്ട്. ഒന്നിരണ്ട് സിനിമകളിലൊക്കെ തല കാണിച്ചിട്ടുണ്ട്. അതൊരു കഥ. അത് പറഞ്ഞോ, കുഴപ്പമില്ല. പിന്നെ കുഞ്ചാക്കോവിന്റെ ഒരു സിനിമയില് സുഹൃത്താറ്റ് കുഞ്ചാക്കോവിന്റെ കൂടെ നടക്കുന്നത്, പിന്നെ നിവിൻ പോളിയുടെ കൂടെ, പിന്നെ അതല്ലാതെ ജയസൂര്യയുടെ കൂടെ നടക്കുന്ന സുഹൃത്താറ്റ്. അങ്ങനെ ഒരു വേഷമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് എന്റെ സൈസിനും ഗ്ലാമറിനും ഒത്ത വേഷമല്ലല്ലോ അത്. ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ അമിതാഭ് ബച്ചന്റെ അളിയായി, അല്ലെങ്കിൽ ഹൃത്തിക് റോഷന്റെ അനിയൻ, പിന്നെ ഷാരൂഖ് ഖാന്റെ കുഞ്ഞമ്മര മോൻ, അങ്ങനെയുള്ള വേഷങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലുള്ള വേഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ഞാൻ ഫ്രീയാ. അങ്ങനെ പറ്റേ ഷാരൂഖ് ഖാൻ പറയാനോ? പറയാം, നീ പൊക്കോ. നീ പൊക്കോ. ഷാരൂഖ് ഖാന്റെ കുഞ്ഞമ്മയുടെ മോനാന്ന് പറഞ്ഞ് എപ്പോഴും നടക്കുന്നത്. ഇതൊക്കെ ഒന്നുമില്ല, പുള്ളി ഒരു മിമിക്രിക്കാരനാണ്. അപ്പൊ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഒരു ഫിഗർ ചെയ്യും. അപ്പൊ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ അത് എന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും, കാരണം നിങ്ങൾക്ക് അത് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഈ വണ്ടി റെഡിയാവുന്നത് ഞാൻ പറഞ്ഞില്ല, 1/2 മണിക്കൂർ നിങ്ങൾ എനിക്ക് സമയം തന്നാൽ മതി, അതിന് മുമ്പ് റെഡിയാക്കി തരാം. ബാംഗ്ലൂരിൽ പോകേണ്ടതല്ലേ? പിന്നെ ഒരു സോങ് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് സ്റ്റേജ് പാടിയെന്ന് പറയുന്നത്, അപ്പം തന്നെ കമ്പോസ് ചെയ്തു. അതെന്തായിരുന്നു ഇഷ്യൂ? അയ്യോ, അറിഞ്ഞു അന്തർബായ് ഇതറിഞ്ഞോളൂ, ഇതൊരു വലിയ കഥയാണ്. സന്തോഷമായിട്ട് അറിയില്ലല്ലേ? ഓക്കെ, അത് ഒരു ശ്യാം നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ശ്യാം സാറിന്റെ പാട്ടുകൾ അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടത്തിയ ഒരു പ്രോഗ്രാം. എല്ലാ പാട്ടുകാരും ഉണ്ട്. അന്നേരത്തെ എൻ്റെ കരിയർ തുടങ്ങിയ 2-3 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പോൾ ശരത് സാറാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി. അപ്പോൾ കണ്ണും ഒരു പാട്ട്, വേറൊരു സോളോ സോങ്. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഇപ്പോൾ എപ്പോഴും ഈ പഠിക്കുന്ന ഒരു പാട്ട് അടുത്ത ദിവസം രാവിലേക്ക് നല്ലോണം ഓർമ്മ വരും. പഠിക്കുന്ന അന്ന് ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെയാണത്. അന്ന് വൈകുന്നേരം കയറി ഇത് പാടാൻ നേരത്ത് പല്ലവി എല്ലാം പാടി കഴിഞ്ഞിട്ട് ശരത് സാർ വന്നു. അത് ശരത് സാർ നിന്ന് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ടെൻഷൻ. അതെല്ലാം കഴിഞ്ഞിട്ട് അനുപല്ലവി ഇവരിത് കഴിഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിട്ടുപോയി. എനിക്ക് അതിൻ്റെ ട്യൂൺ വിട്ടുപോയി. അവിടെ നിന്നുകൊണ്ട് വരികളുണ്ടല്ലോ മുമ്പിൽ, അത് വെച്ചിട്ട് എന്തോ പാടിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈൻ ആയപ്പോഴത്തേക്ക് ഓർമ്മ വന്നു. അത് തീർത്തിട്ട് പിന്നെയും പല്ലവിയെല്ലാം പാടി കഴിഞ്ഞ് ചരണം എത്തിയപ്പോഴും ഇത് തന്നെ ഗതി, വേറെ എന്തോ പാടി എല്ലാം പാടി കഴിഞ്ഞിട്ട് അവിടുന്ന് ഒന്നും അറിയാത്ത പോലെ ശരത് സാർ പിന്നെ നോക്കിയിട്ടില്ല. ശരത് സാർ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇത് എന്തേ പാടുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ബാക്ക് സ്റ്റേജിൽ പോയി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മമ്മിയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. ശരത് സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് രഞ്ജിനി ജോസ് എന്ന് പറയുന്ന ആളെ എവിടെ. അപ്പൊ മമ്മി അതിലും വലിയ ആളായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ബാക്കിൽ നിൽക്കണ്ടായിരുന്നു. അവിടെ വന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് തീർന്നു.
നീ എന്റെ കഞ്ഞിയിൽ പാറ്റ അടിക്കാൻ വന്നിരിക്കുന്നു, നീ ഓൺ ദി സ്പോട്ട് ഇരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? ഭയങ്കര കൂളായിട്ട് അത് ശരത് സാർ ഒതുക്കി തരും. പക്ഷെ ശരിക്കും നല്ലോണം പേടിച്ചു പോയി. വന്നു മറ്റേ ഫിഗർ ചെയ്യുന്ന ആള് ഫിഗറുമായിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഏത് ഫിഗറാ? ഭീമന്റെ കുഞ്ഞിന്റെ ഫിഗറാണ്. എടാ എന്തായാലും വാ. എന്താ മിസ്റ്റർ ഇന്ദുചൂടൻ, പറയണം. സൗണ്ട് കൊണ്ട് കണ്ടോ, ഭയങ്കര സൗണ്ട് ഉണ്ട്. അനുമോദിക്കാനാണോ? അല്ല എന്റെ പൊന്നെ ചേട്ടാ, ഇത് ഒറിജിനൽ ഭീമൻ രഘു കണ്ടിരുന്നെങ്കിൽ 4 ആയിട്ട് കീറിട്ട് ചവിട്ടിക്കൂട്ടിയാണ്. ഇവിടെ അങ്ങ് പോകും, ഇതൊക്കെ തരാം. അല്ല കൊള്ളാം, നല്ലായിരുന്നാണ് പറഞ്ഞത്. പിന്നെ അടിപൊളിയായിരുന്നു. അല്ല ഇതില്ലെങ്കിൽ വേറെ ഒന്നും വരാം. വേണ്ട ചേട്ടൻ എന്താ പറയുന്നത്? കളിക്കുന്നു. സന്തോഷം ഇഷ്ടമായോ? പകുതി കഴിവ് കിട്ടുന്നത് രക്ഷപ്പെട്ടു. വണ്ടിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. ഇതില്ലെങ്കിൽ വേറെ ഒരു ഫിഗറുണ്ട്. വേറെന്താ ഫിഗർ? മോഹൻലാലിന്റെ പെരിച്ചാഴി അല്ലേ? അത് ഫിഗറായിട്ട് പറയണം, നിനക്ക് ആ ഷേപ്പ് ഉണ്ട്. പൊക്കോ, ഫിഗർ കണ്ടുപിടിക്കാൻ മോഹൻലാലിന്റെ വേറൊന്നുമല്ല. എല്ലാത്തിനും ശരിയാക്കി. ഇടാ മറ്റേ വണ്ടി നോക്കണേ സാബുവേ, ഫിഗറൊക്കെ പിന്നെ ചെയ്യാം. ഇനിയിപ്പോ പുതിയതായിട്ട് എന്താണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇറക്കാൻ പോകുന്ന ഒരു സംഭവം? നമ്മുടെ ഒരു തമിഴ് പാട്ടും ഒരു ജാസും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അടിപൊളി. ഓക്കെ. என்னவா என்னவா எது கண்டு மையலானா எத்தனால் இமை கடந்து கண்ணாய் போனாய், நீ எங்கோ பிறந்தாய், நான் எங்கோ பிறந்தேன், ஒரே ஒரு பார்வையால் உயிரை கொடுத்தாய், வெண்ணிலா வெண்ணிலா வெண்ணிலாவே கண்டதே முதற் காதல், கண்ணிலே கண்ணிலே மதுச்சாரல் கண்டதும் முதற் காதல், தூண்டிலே நீனா தூயவான காரணம் நானா, நீயே சொல். And all the night's magic seems to whisper and hush, and all the soft moonlight seems to shine in your blush. Can I just have one more moon dance with you, my love? Can I just make some more romance with you, my love? Can I just have some more romance with you, my love? അതെ, മുമ്പേ അടിച്ച സ്പ്രേ പെയിന്റിങ് വേണേ. ഓ സ്പ്രേ പെയിന്റോ എടുത്തു കൊടുത്തേക്കല്ല, അടുത്ത ഫിഗറുമായിട്ടാൻ വരും. എന്താ പിടിച്ചോ, എന്നാ എന്തേ എവിടാ? എവിടെ? ഏത് വണ്ടിക്കാ? വേറെ വണ്ടിക്കൊന്നും അടിച്ചേക്കില്ല, അത് പുതിയ പെയിന്റ് അടിച്ച് പുതിയ വണ്ടിയാണ്. ഞാനൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നായിക എന്ന് പറയുന്നത് രഞ്ജിനി ജോസ് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ ഈ സിനിമ പാട്ടുകാരെ വെച്ചിട്ട് മാത്രമാണ് ആ സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ രഞ്ജിനി ചെയ്യേണ്ടത്, ഞാൻ ഈ പാട്ടുകാരുടെ ലിസ്റ്റ് അങ്ങ് തരും. ഒന്ന് പേരൊന്ന് ഉറക്കെ വായിച്ചേ. നമ്മുടെ പാട്ടുകാർ വിധു പ്രതാപ്, അഫ്സൽ, കുറച്ച് കഥാപാത്രങ്ങൾ നമുക്ക് ഈ സിനിമയിലുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പേര് ഞാൻ പറയും, ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളവരെ രഞ്ജിനി തന്നെ അതിന് സെലക്ട് ചെയ്ത് പറയണം. ചേട്ടാ ഇതിലും വലിയൊരു ആപ്പ് അല്ല. അതിനകത്തുനിന്ന് ഒരു പിശുക്കനായ അച്ഛൻ്റെ കഥാപാത്രം ചെയ്യണം. അതിന് നമുക്ക് ആരെ സെലക്ട് ചെയ്യാൻ പറ്റും? വിധു പ്രതാപ്. ഓക്കെ, അതാണ് വിധു പ്രതാപിന്റെ പിശുക്കനായിട്ട് അച്ഛൻ പിശുക്കനാണ്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി ഒരു കള്ളന്റെ ഒരു കഥാപാത്രം ഉണ്ട് അതിൽ. കള്ളൻ ചെറിയൊരു അബദ്ധം പറ്റി. നേരത്തെ വിധു പ്രതാപ് എന്ന് പറഞ്ഞ പിശുക്കൻ എന്ന് പറയുന്നത് നമുക്ക് അഫ്സലിക്ക.
അഫ്സല അഫ്സലിക്ക പിശുക്കനും ആ. കള്ളൻ വിധുവും. അതാണ് കള്ളൻ. കറക്റ്റായിട്ട് അതിലേക്ക് വന്ന എങ്ങനെയാണ് കള്ളൻ? ചുമ്മാ ഒരു കള്ളലക്ഷണം ജന്മനാ ഉണ്ടാവും. പിന്നെ ഈ സിനിമയിലെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മൾ ഈ പാട്ട പെറുക്കുകാരിയാണ്. പാട്ടയൊക്കെ പെറുക്കി കിടക്കുന്ന പെറുക്കുകാരി, അത് പെറുക്കി എന്ന് പറയും. ഈ പെറുക്കി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ ഏതൊരു ആളെ കിട്ടും അതിൽ? റിമി. അതാണ് അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത്. അവളുടെ ഒരു ആക്സെന്റും അവളുടെ ഒരു ഒക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പൊ റിമിയായിട്ടുള്ള തീരുമാനം ഏകദേശം ഓക്കെ ആയിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ആസ്വദിക്കുന്ന എന്താണ്? കോമഡി സീനുകളാണോ അതോ ഫൈറ്റ് സീനുകളാണോ? റാം കോമഡി അങ്ങനെ മറക്കാൻ പറ്റാത്ത ഏത് സീനെങ്കിലും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ടോ? മനസ്സിൽ എനിക്ക് പഴയ മോഹൻലാൽ ശ്രീനിവാസൻ സിനിമകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുള്ള സീക്വൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ച ആയതുകൊണ്ട്. മറ്റേ ഫസ്റ്റ് നൈറ്റ് തന്നെ ഇത് ചോദിക്കാനായിരിക്കും മിക്കവാറും. എല്ലാവരും അതിലോട്ടാണല്ലോ എത്തുക. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് റാമിൻ്റെ അടുത്ത്. അതിൽ ശ്രീനിവാസൻ നമ്മുടെ ഒരു സിനിമയിൽ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു സീനുണ്ട്. ആദ്യ രാത്രിയിൽ അദ്ദേഹം ചമ്മി നിന്നുകൊണ്ട് പാലെടുത്തുകൊണ്ടിരുന്ന വൈഫിൻ്റെ അടുത്തൊരു സംസാരിക്കുന്നുണ്ട്. വടക്ക് നോക്കിയന്തരം. അതൊന്ന് അഭിനയിച്ചു തരും പ്ലീസ്. എനിക്കൊരു നിങ്ങൾ രണ്ടുപേരും കൂടെ, റാമും വേണം രഞ്ജിനിയും വേണം, രണ്ടുപേരും കൂടെ കൊണ്ട്. മറ്റേ ചേച്ചി പാർവതി ചേച്ചി ഇത് പാല് ഇതായിട്ട് വരുന്നില്ലേ? എക്സ്പ്രഷൻ. ഇത് ഞാൻ റെഡ് ചില്ലീസിൽ പേടിച്ച വാക്കാ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്ത് നല്ല ചേർച്ചയായിരുന്നു. അന്ന് എന്തിനാ ഇത്രയും നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ? ശോഭയുടെ ദിനേശ് ഏട്ടനായിരുന്നില്ലേ? എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ ഈയിടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കുകയായിരുന്നു. അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. എൻ്റെ വക ആദ്യമായി ഒരു സമ്മാനം. പിന്നെ പാലിന്റെ കാര്യം എന്തായി? ഒരു ഗ്ലാസ് പശുവും പാൽ? അല്ലേ വേണ്ട, ഇനിയിപ്പോൾ ലേറ്റ് ആയി പോയി. എല്ലാവരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭയ്ക്ക് പേടിയുണ്ടോ? ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ? ശരിക്കും വീണാന്ന് വിചാരിച്ചു. ചക്ക വിട്ടിരുന്നോ അല്ലെങ്കിൽ വീണു. എന്റെ അച്ഛനാ. അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. സിനിമയിലൊക്കെ പാടുന്നല്ലേ? അതെ അതെ. അച്ഛൻ അവരെ ഒരു പരിപാടിക്ക് പോയതാണ്. അച്ഛൻ ഈ പറയുന്ന പോലെ ഗാനമേള വലിയ പുച്ഛം ഒന്നും തോന്നരുത്. ഭജനക്കാരനായിരുന്നേ. അപ്പോൾ ഭജനക്കാരനായതുകൊണ്ട് അച്ഛൻ ഇപ്പോഴും പറയുന്നത് ഭജനയാണ് ഏറ്റവും വലിയ സംഗീതം, ഗാനമേള ഒന്നും ഗാനമേള അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭജനയല്ല, ഞങ്ങളൊരു ഗാനമേളയ്ക്ക് പോകുന്ന വഴിക്കാണ്. അവരെ ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് വണ്ടി ഒന്ന് കേടായി ഇവിടെ നിർത്തിയതാ. അല്ല, ഈ ഗാനമേള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സംഗീതമൊക്കെ പഠിച്ച ആൾക്കാർ പാടുന്ന ഗാനം. അല്ല, അത് നിങ്ങൾ ആയിക്കോ. അവർ പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. ആയിക്കോട്ടെ. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മോളി നാളെ ആ റെഡ് ചില്ലീസ് എന്ന് പറഞ്ഞ പടത്തിലൊരു പാട്ട് പാടിയായിരുന്നു. ആ പാട്ട് അങ്ങനെ അതൊക്കെ പാടി ഭയങ്കര ഹിറ്റായ പാട്ടുകളൊക്കെ. അപ്പൊ അച്ഛൻ എന്നാ ചെയ്യാൻ പോകുന്നത്? അല്ല, അതൊന്ന് പാടട്ടെ. പാടണം. പാടി. മഴ പെയ്യണ് മഴ പെയ്യണ് മഴ തെന്നി തെന്നിപ്പായണ്, മഴ പെയ്യണ് മഴ പെയ്യണ് മഴ തെന്നി തെന്നിപ്പായണ്, ഹോ ബാരിഷോ. ഇങ്ങനെയാണ് ഈ പാട്ട്. ഈ പാട്ട് ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടി എന്ത് രസം. ഇത് പാടേണ്ട കണക്ക് പാടണം. എങ്ങനെ പാടുന്നത്? ആടാ, അത് കേൾക്കണം. കൊള്ളാം. പിടിച്ചോ. മഴ പെയ്യണ് പെയ്യാ മഴ പെയ്യണ്, മഴ പെയ്യണ് പെയ്യാ മഴ പെയ്യണ്, ബാരിഷോ യാരോ ബാരിഷോ യാരോ, മഴ പൂക്കണ് ചുമ്മാ മഴ പൂക്കണ്, മഴ പൂക്കണ് ചുമ്മാ മഴ പൂക്കണ്, തെയ്യാരോ തെയ്യാരോ ചുമ്മാ തെയ്യാരോ തെയ്യാരോ, മഴ പെയ്യണ് ചുമ്മാ മഴ പെയ്യണ്,
മഴ പെയ്യാണ് ചുമ്മാ മഴ പെയ്യാണ്. കേൾക്കേണ്ടത് ഞാനല്ല, എം ജയചന്ദ്രനാണ് കേൾക്കേണ്ടത്. ഈ അടുത്തിടെ ഞാൻ അടിമേടിക്കണ്ടായിരുന്നു. ഈയിടെ നമ്മുടെ ബാംഗ്ലൂർ മ്യൂസിക് ചെയ്ത് അവരെല്ലാം ഇതിലെ വന്നു. അവിടെ കയറി അവരെ പിടിച്ച് ഈ പാട്ട് ഇങ്ങനെയാണോ പാടുന്നത്, ഞാൻ പാടിത്തരാന്ന് പറഞ്ഞു. ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ടുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു ആ പാട്ട്? തുടക്കം മാംഗല്യം ജീവിതം. എന്തായാലും എന്റെ ജീവിതം അന്ന് നന്ദനാനേ ആയേനെ. ആ പാട്ട് പാടേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പാടി കേൾപ്പിച്ചു. അതൊന്ന് പാടി കേൾപ്പിച്ചു, അതോടൊന്ന് കേട്ടോ. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പനക്കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം ദന്തനനേന തുടക്കം മാംഗല്യം ദന്തനനേന മാംഗല്യം ദന്തനനേന ഒടുക്കം ജീവിതം ദന്തനനേന മാംഗല്യം ദന്തനനേന ഒടുക്കം ജീവിതം ദന്തനനേന. തന്തയായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരച്ഛനല്ലേ, പിന്നെ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഗോപിസുന്ദരൊക്കെ എനിക്കിട്ട് എന്നെ ഇടി അടിച്ചു കണ്ടായി ഗോപിയാടാ സത്യം. അച്ഛൻ പോയി തരുമോ? ഞാൻ സംസാരിക്കാം അവരുമായിട്ട്. ഞാൻ ഇറങ്ങുക, പറ്റുമെങ്കിൽ ഫോൺ നമ്പർ ചേർക്കണ്ടേ കൊടുത്തേച്ചും പോകണം. അല്ല നിങ്ങൾക്ക് ഗ്യാപ്പുള്ളപ്പോൾ ഞാൻ വന്ന് പാടിത്തരാം. ഇത്രയും നേരം നമ്മുടെ പാട്ട് പോരാന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ പാടണം. ഇതിങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 4-5 വർഷമായിട്ട് 4-5 ട്രൂപ്പിലൊക്കെ പാടിയതാണ്. ഇപ്പൊ അവരൊക്കെ ട്രിപ്പ് ഇട്ട് മെഡിക്കൽ കോളേജില്ല. ഇല്ല അപ്പൊ ആലോചിക്കാം, അപ്പൊ പോവുക, സമയമില്ല. ശരി ആയിക്കോട്ടെ. ഇന്ന് ഡബിളാ, ഇന്ന് ഡബിളാ പരിപാടി. ഓ അത് ശരി. അങ്ങനെ എവിടേക്കാ? ഒന്ന് കൊല്ലത്തും പിന്നെ ഒന്ന് മലപ്പുറം. എങ്ങനെ ഓടിയെത്തും ചേട്ടാ? പക്ഷെ എങ്ങനെ ഓടിയെത്തും അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കൊല്ലത്ത് ഓടി എത്തിക്കോളും, മലപ്പുറത്ത് പിന്നെ എത്തിക്കഴിഞ്ഞ് ഓടിക്കോളും. മാംഗല്യം ദന്തനാനേന ഇത് തന്നെ പരിപാടി. അച്ഛനെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ ഭജനപ്പാട്ടും പാടി എവിടെങ്കിലും പോയി ഭജനയിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ വളർന്നത് ഞങ്ങൾക്കറിയാം എന്താ സംസാരത്തിന് സമയം പോയതറിയില്ല. അതെ അതെ അതെ. അപ്പൊ വണ്ടി റെഡി ആയിട്ടുണ്ട്. വണ്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളാണെന്നറിയില്ല, അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കിട്ടും. എന്റെ സാബ് പൊക്കോ അതിവരുടെ തന്നെ ഓരോന്നൊക്കെ വന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷ് ഭായി, രാംഭായി, രഞ്ജിനി, എന്തായാലും വളരെ സന്തോഷം. നിങ്ങളെ കാണാനും നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാനും ഒക്കെ സാധിച്ച വലിയൊരു ഭാഗ്യമാണ്. പൈസ ഇപ്പം നിങ്ങളുടെ നിന്നൊക്കെ എങ്ങനെ മേടിക്കുന്നത്? വല്ല 10,000 രൂപ അവിടെ കൊടുത്തിട്ട് പോയാൽ മതി. അതൊന്നും വലിയ വിഷയമാക്കണ്ട. പിന്നെ ഇതേ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്താൽ മതി. നമ്മളിവിടുത്തെ ജീവനക്കാർക്കൊക്കെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി, അവർക്കൊക്കെ ഒന്ന് സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് എനിക്കും വേണ്ടിയിട്ട് നിങ്ങളൊരു അടിപൊളി പാട്ട് വിടാൻ മതി ലാസ്റ്റ്. I dive into frozen waves where the past comes back to life. Fight fear for the selfish pain, it was worth it every time. Hold still right before we crash, 'cause we both know how this ends. The clock ticks till it breaks your glass and I drown in you again.